കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൻ്റെ വെരിഫിക്കേഷൻ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഒരു ചെറിയ പ്രോബ്ലത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോബ്ലം ഒന്ന് കുറിച്ചോളൂ. ഇഫ് ക്യാപിറ്റൽ എ സമം മെട്രിക്സ് ഇൻ സിമ്പിൾ cos theta minus sin theta cos theta comma then a plus a transpose is equal to I. A plus a transpose is equal to I. A plus a transpose is equal to I. Comma find the value of theta. Comma then find the value of theta. A simple question. അപ്പോൾ A സമം matrix cos theta minus sin theta cos theta. Then A plus A transpose is equal to I. ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ കണ്ടീഷൻ എഴുതാം. A plus A transpose is equal to I. A നമുക്കറിയാം cos theta minus sin theta cos theta അതാണ് A. ശരിയല്ലേ? പ്ലസ് I. ഇനി A ട്രാൻസ്പോസ്, ഇതിന്റെ ട്രാൻസ്പോസ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഓക്കെ. ഇനി റൈറ്റിലെ I ആണ്. I എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. I തന്നിട്ടില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തരും. I തന്നില്ല എങ്കിൽ നമ്മൾ I എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ ഇത് ഓർഡർ 2 അല്ലേ, രണ്ട് റോസും രണ്ട് കോളംസും അല്ലേ ഓർഡർ 2 അല്ലേ, അങ്ങനെ ഐയുടെ ഓർഡർ 2 ആണ്. ഓർഡർ 2 ആണെങ്കിൽ എഴുതാം 1 0 0 1. ക്ലിയർ ആയോ? ഇത് ഓർഡർ 3 ആയിട്ടുള്ള മെട്രിക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ 3 വരും. ഓർഡർ 3 ആകുമ്പോൾ എങ്ങനെ എഴുതും? 1 0 0 0 1 0 0 0 1. ഇനി ഇവിടെ ലെഫ്റ്റിൽ ഈ രണ്ട് മെട്രിക്സുകളുടെ അഡിഷൻ അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? cos theta plus cos theta കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യും. cos theta plus cos theta 2 cos theta minus sin theta plus sin theta 0, sin theta plus minus sin theta 0, cos theta plus cos theta 2 cos theta. ഇനി 1 0 0. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ രണ്ട് മെട്രിക്സുകളുടെ ഇക്വാളിറ്റി ആണ് അല്ലേ? രണ്ട് മെട്രിക്സ് ഈക്വൽ ആവുമ്പോൾ ഇതിന് ഈക്വൽ ആണ് ഇത്, ഇതിന് ഈക്വൽ ഇത്, ഇതിന് ഈക്വൽ ഇത്, ഇതിന് ഈക്വൽ. അപ്പോൾ 0 ഈക്വൽ 0 എഴുതേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും സെയിം ആണ് 1 1. അപ്പോൾ എഴുതാം 2 cos theta സമം 1. അപ്പോൾ cos theta സമം 1/2. അപ്പോൾ cos theta സമം 1/2 എന്ന് പറയുമ്പോൾ തീറ്റയ്ക്ക് ഏത് വാല്യൂ, അല്ലെങ്കിൽ കോസിന്റെ ഏത് വാല്യൂലാണ് 1/2 കിട്ടുന്നതെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ തീറ്റയ്ക്ക് ഏത് വാല്യൂ കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ തീറ്റയ്ക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 1/2 എന്ന് വെച്ചാൽ നമ്മൾ ആ കഴിഞ്ഞ വർഷം ട്രിഗണോമെട്രി നമ്മൾ കുറച്ച് വാല്യൂസ് പഠിച്ചിട്ടുണ്ട്. ആ വാല്യൂസ് ഒന്ന് അറിയണം. അപ്പോൾ കോസിന്റെ ഏത് വാല്യൂയാണ് 1/2 എന്ന് പറഞ്ഞാൽ cos 60 ആണ്. cos 60 means π/3. അതാണ് 1/2. ശരി. അപ്പം ഇവിടെ തീറ്റ വരെ π/3 which implies theta is equal to π/3. മനസ്സിലായോ? ഇത് തന്നെ ഈ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ട്രിക്ക് കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രിക്ക് 5 ആരോസ് 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആരോസ് ഉണ്ടല്ലോ. 5 ആരോസ് 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. ഇനി സൈൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സൈൻ 0 കണ്ടുപിടിക്കാം. സൈൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 0 വരുന്ന ഈ ആരോ ഉണ്ടല്ലോ, ഈ ആരോയ്ക്ക് വലതുവശം എത്ര ആരോസ് ഉണ്ടെന്ന് നോക്കാം. സൈൻ വാല്യൂയുടെ കേസാണ്. 1 2 എണ്ണം ചെയ്യുമ്പോൾ ക്ലിയർ ആണ്. ഇത് 0 ആണ്, 0 വരുന്ന ആരോ. അപ്പോൾ സൈൻ 0 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 0 വരുന്ന ആരോയ്ക്ക് വലത് സൈഡിൽ എത്ര ആരോ, അവിടെ ആരോസിന്റെ 0 ആണ്. അതിന്റെ റൂട്ട് ഇടാം. √0/2 ഒരു 2 കൊണ്ട് വരും. √0 means 0, 0/2 means 0. അപ്പോൾ സൈൻ 0 0. ഇനി സൈൻ 30 കണ്ടുപിടിക്കണമെന്നില്ല. സൈൻ 30 അപ്പോൾ 30 ഇവിടെ 30 ആണ്. അപ്പോൾ 30 വരുന്ന ആരോ ഇതാണ്. ആ ആരോ ഉൾപ്പെടുത്തരുത്. ആ ആരോയ്ക്ക് വലതുവശം എത്ര ആരോ ഉള്ളത്? ഇതിന് വലതുവശം ഒരാൾ. അപ്പോൾ ഒരാളുടെ മീൻസ് √1/2. എപ്പോഴും എല്ലാത്തിനും 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ √1/2. √1 means 1/2. സൈൻ 30 1/2. ഇനി സൈൻ 45 കണ്ടുപിടിക്കണമെന്നില്ല. സൈൻ 45 എന്ന് പറയുമ്പോൾ
45 വരുന്ന ആരോ ഇതാണ്. അപ്പോൾ 45 വരുമ്പോൾ ഈ ആരോ ഇതാണ് സൈൻ ആണ്. അപ്പം അതിന് വലതുവശം സൈൻ കേസ് ആകുമ്പോൾ എല്ലാം വലതുവശം, കോസ് ആണെങ്കിൽ ഇടതുവശം. അപ്പോൾ വലതുവശമുള്ള നമ്പർ ഓഫ് ആരോസ്, വലതുവശം 2 ആരോസ്. അപ്പോൾ √2/2. √2/2 എന്ന് പറയുമ്പോൾ √2/2 ഈ 2ന് പകരം √2/2 സ്ക്വയർ, ശരിയല്ലേ? അപ്പോൾ √2 പോയിട്ട് 1 വരും. മനസ്സിലായോ? അപ്പൊ അണ്ടർ റൂട്ടിനകത്ത് ആരാ വേണ്ടത്? നമ്പർ ഓഫ് ആരോസ് റൈറ്റ് ഇൻ റൈറ്റ് സൈഡിന്റെ കേസ് ബൈ 2. ഇനി കോസ് ആണ്. ഇപ്പൊ കോസ് 60 ആണ്. കോസ് 60 എന്ന് പറയുമ്പോൾ 60 സൈൻ ആണെങ്കിൽ വലതുവശമുള്ള ആരോസ്, ഇത് കോസ് ആയതുകൊണ്ട് ഇടതുവശം, പിന്നെ ഇടതുവശം ഒറ്റ ആരോയുള്ളൂ. അപ്പം അതും ഇതുപോലെ √1/2 അണ്ടർ √1/2. കോസ് ആണെങ്കിൽ ലെഫ്റ്റിലുള്ള ആരോസിന്റെ അണ്ടർ റൂട്ട് നമ്പർ ഓഫ് ആരോസ് ലെഫ്റ്റ് ഡിവൈഡഡ് ബൈ 2. സൈൻ ആണെങ്കിൽ അണ്ടർ റൂട്ട് നമ്പർ ഓഫ് ആരോസ് ഇൻ റൈറ്റ് ഡിവൈഡഡ് ബൈ 2. ഇത് ഷോർട്ടായിട്ട് ഓർത്ത് വെച്ചാൽ നല്ലതാണ് ആരോസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഇത് ക്ലിയർ ആയല്ലോ? പെട്ടെന്നാവട്ടെ. സൈഡിനെ കുറിച്ചിട്ടുണ്ട്. അണ്ടർ റൂട്ട് നമ്പർ ഓഫ് ആരോസ് ഇൻ റൈറ്റ് 0 വരുമ്പോൾ അതിന് റൈറ്റ് വരും. 30 വരുമ്പോൾ 30ക്ക് റൈറ്റ് വരാണ് അണ്ടർ റൂട്ട്. ഇനി കോസ് 30 ആണെങ്കിൽ കോസ് വരുമ്പോൾ റൈറ്റ് എടുക്കും, സോറി ലെഫ്റ്റ് എടുക്കണം. കോസ് ആകുമ്പോൾ ലെഫ്റ്റ് എടുക്കുമ്പോൾ ലെഫ്റ്റിൽ 3 ആരോസ് ഉണ്ട്. അപ്പോൾ √3/2. അത് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് വാല്യൂസ് ബൈഹാർഡ് പറ്റിയതായെങ്കിൽ ഇങ്ങനെ ആരോസ് വരച്ച് നോക്കി നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ടാൻ ആണെങ്കിൽ സൈൻ വാല്യൂവിന് കോസ് വാല്യൂവിന് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ശരി. അടുത്തത് ഒരു പുതിയ മെട്രിക്സ് ഉണ്ട്, നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകണം. ഈ പുതിയ മെട്രിക്സ് ഇൻവെർട്ടിബിൾ മെട്രിക്സസ്. നമ്മൾ ഒത്തിരി മെട്രിക്സുകൾ പരിചയപ്പെട്ടു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ടൈപ്സ് ഓഫ് മെട്രിക്സിൽ റോ മെട്രിക്സ്, കോളം മെട്രിക്സും, സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കെയിലാർ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്, സീറോ മെട്രിക്സ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും. ഇപ്പോൾ പുതിയൊരു മെട്രിക്സ് ഇൻവെർട്ടിബിൾ മെട്രിക്സസ്. ഇൻവെർട്ടിബിൾ മെട്രിക്സസ് എന്ന് ചോദിച്ചാൽ A എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, അതിന്റെ ഓർഡർ m എന്നിരിക്കണം. m എന്ന് പറഞ്ഞാൽ m/n ഒരു സ്ക്വയർ മെട്രിക്സ്, ഓർഡർ m. അങ്ങനെ അതേ ഓർഡറുള്ള മറ്റൊരു മെട്രിക്സ് B അത് എക്സിസ്റ്റ് ചെയ്യും. If A is a square matrix of order m, then there exists another square matrix B of the same order such that ഞാൻ AB കണ്ടുപിടിച്ചു, BA കണ്ടുപിടിച്ചു. രണ്ട് ഒരേ ഓർഡർ ആയതുകൊണ്ട് AB കണ്ടുപിടിക്കാം, BA കണ്ടുപിടിച്ചു. അത് രണ്ടും ഈക്വൽ ആണ്. എന്താ പറയുക? ഈക്വൽ. അങ്ങനെ ഈക്വൽ ആയാൽ I ആണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് ഓർഡർ m, B എന്ന് പറയുന്നത് ഓർഡർ m സെയിം ഓർഡർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ AB = BS ആയി. AB = BS ആണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കാം. AB = ആണെങ്കിൽ ഈ രണ്ട് മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. അതിന്റെ അർത്ഥം B എന്ന് പറയുന്നത് ഇതിന്റെ ഇൻവേഴ്സ് ആയി. B is called inverse of A എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടും അതിന്റെ ഇൻവേഴ്സ് നമ്പർ ആണ് 1/2, ശരിയല്ലേ? മൾട്ടിപ്ലിക്കേറ്റിംഗ് ഇൻവേഴ്സ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആകുമ്പോൾ 1. ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആകുമ്പോൾ 1 കിട്ടും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി 1 ആണ്. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് ആണ്, ശരിയല്ലേ? മൾട്ടിപ്ലിക്കേറ്റിംഗ് ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ AB = എന്ന് പറയുമ്പോൾ B യുടെ ഇൻവേഴ്സ് ആണ്. B എന്ന് പറയുന്നത് A യുടെ ഇൻവേഴ്സ് ആണ്. B എന്ന് പറയുന്നത് A യുടെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പറയും B is called inverse of A, which is denoted by, ഇത് നമുക്ക് ഡിനോട്ട് ചെയ്യാം. B എന്ന് പറയുന്നത് A യുടെ ഇൻവേഴ്സ് അല്ലേ? അങ്ങനെ നമുക്ക് ഇൻവേഴ്സ് ഡിനോട്ട് ചെയ്യാം, A ഇൻവേഴ്സ്. In that case A is said to be invertible. A is said to be invertible എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം A എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ടെന്ന് അർത്ഥം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ BS ആയി. അപ്പോൾ A എന്ന് പറയുന്നത് B യുടെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ A is called inverse of B. It is denoted by A =
ബി റൈസ് ടു മൈനസ് 1 അല്ലേ? അപ്പോൾ ബിയും ബിയും കൂടെ മൾട്ടിപ്ലൈ ബൈ കിട്ടും. മനസ്സിലായോ? 2 എന്ന് പറയുന്ന നമ്പറിന്റെ ഈ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ആണ് 1/2. അവർ ഞങ്ങൾ മൾട്ടിപ്ലൈ 1 കിട്ടും. അവിടെ നമുക്ക് മെട്രിക്സ് ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എയുടെ ഇൻവേഴ്സ് ആണ് ബി. ബി നമുക്ക് ഡിനോട്ട് ചെയ്യാം എ റൈസ് ടു മൈനസ് 1. That means A inverse. In that case, A is said to be invertible. A is said to be invertible. ഇവിടുത്തെ കേസ് നമുക്ക് പറയാം in that case B is said to be invertible. അപ്പോൾ A എന്നുള്ള മെട്രിക്സ് ഇൻവെർട്ടിബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറയാം A is invertible, which implies A inverse exists. A invertible ആണെങ്കിൽ A inverse exist ചെയ്യും. തിരിച്ചും പറയാം, A inverse ഉണ്ടെങ്കിൽ A inverse exist ചെയ്താൽ ഏതായിരിക്കും? ഇൻവെർട്ടിബിൾ. ഒരു മെട്രിക്സ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ്. അപ്പോൾ ഇതിനൊരു ഡെഫിനിഷൻ നമുക്ക് എഴുതാം. ഇഫ് കുറച്ചുകൂടി ഇഫ് capital A B is a square matrix of capital A is a square matrix of order m. If a capital A is a square matrix of order m, if a capital A is a square matrix of order m, and if there exists another square matrix capital B of the same order m, ഒന്നുകൂടെ പറയാം. if capital A is a square matrix of order m, if capital A is a square matrix of order m, and if there exists another square matrix capital B of the same order m, such that AB is equal to BA is equal to I, such that AB is equal to BA is equal to I, comma then B is called inverse of A. B is called inverse of A. Inverse of A. Inverse of A B is called inverse of A. And it is denoted by A raised to minus 1. And it is denoted by A raised to minus 1. In that case, A is said to be invertible. ഒന്നുകൂടെ പറയാം. If capital A is a square matrix of order m, and if there exists another square matrix capital B of the same order m, comma such that AB is equal to BA is equal to I, then B is called inverse of A, and it is denoted by A raised to minus 1. In that case, A is said to be invertible. For note, A is invertible. Imply and implied. A is invertible, which implies A inverse exists. A inverse exists implies A is invertible. A invertible ആണെങ്കിൽ A inverse exists. തിരിച്ച് A inverse exists ചെയ്താൽ A invertible ആയി. സംഗതി ഒന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. ഒരു മെട്രിക്സ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ടെന്ന് അർത്ഥം? ഇൻവേഴ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. അടുത്തൊരു തിയറിയാണ്. ആ തിയറി പറയുന്നതിന് മുന്നേ ഒരു നോട്ട് എന്ന് കുറിച്ച് ഓർമ്മ. നോട്ട് സംഗതി ഒന്നുമില്ല. എ ഇൻവേഴ്സ്, എയിനും അതിന് ഇൻവേഴ്സ് കൊണ്ട് ഗുണിക്കുന്നത്, എ ഇൻവേഴ്സിനെ എ കൊണ്ട് ഗുണിക്കുന്നത് ഐ ആണ്. ഓർത്തു വെച്ചോ. എ ഇൻവേഴ്സ് സമം എ ഇൻവേഴ്സ് എ സമം ഐ. ഇനി ഐ എ സമം എ ഐ സമം എ ഐ ഈസ് ഈക്വൽ ടു. ഒരു മെട്രിക്സിനെ
ഒരു മെട്രിക്സിന് ഐഡന്റി മെട്രിക്സ് ഒന്ന് മൾട്ടിപ്ലൈ അതേ ഓർഡർ ഐഡന്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏത് ഓർഡർ എന്നാണോ അതേ ഓർഡറാണ് ഐഡന്റി മെട്രിക്സ്. എയിന് ഐഡന്റി മെട്രിക്സ് ഒന്ന് വിളിച്ചാൽ ഐഡന്റി മെട്രിക്സിനെ എ കൊണ്ട് വിളിച്ചാൽ ഇനി എ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഐ എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്, നമ്പർ എന്നല്ല മെട്രിക്സ് ആണ്. അപ്പോൾ എയുടെ ഇൻവേഴ്സ് ആണ്, ഇൻവേഴ്സ് മെട്രിക്സ് ആണ് എ ഇൻവേഴ്സ്. ഐ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഐ എന്ന് പറഞ്ഞാൽ ഇതേ സ്റ്റൈൽ തന്നെയാണ് ഉത്തരം എ ഇൻവേഴ്സ്. എന്തൊക്കെയുണ്ട്? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എ ഇസ് ഈക്വൽ ടു ഐ. അടുത്ത ഐ എ സമം എ ഐ സമം എ. അടുത്ത ഐ എ ഇൻവേഴ്സ് സമം എ ഇൻവേഴ്സ് ഐ സമം എ ഇൻവേഴ്സ്. ഓക്കെ ശരി.